ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജെം ടോക്കീസ്. എല്ലാവരും സന്തോഷത്തോടെയും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കും. ആൻഡ് ഓൾസോ താങ്ക് യു സോ മച്ച് ഓൾ മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ്. എനിക്ക് 1.5K സബ്സ്ക്രൈബേഴ്സ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. എനിവേ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും ഒരു 1.5Kയിലേക്കൊന്നും എത്തത്തില്ല. ആദ്യമേ ഞാൻ മുരടിച്ചു പോകാൻ. എനിവേ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ഞാനൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ കമൻറ്റ് മാക്സിമം. എനിക്ക് ചില ആൾക്കാരുടെ മുഖം ഓൾറെഡി ഓർമ്മയുണ്ട്. മുഖം ഇൻ ദ സെൻസ് കമൻറ്റ് ഇടുമ്പോൾ എനിക്ക് നല്ലപോലെ അറിയാം നിങ്ങളൊക്കെ ആരൊക്കെയാണ് എന്ന്. എന്തായാലും ഗീവ് അവേ ഫോർ 5 വിന്നേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം കമൻറ്റ് ചെയ്യുക. അതിനുള്ളൊരു വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വരാം, എങ്ങനെയാണ് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ. എനിവേ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഓൾറെഡി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആയിരിക്കും ഇനി നെക്സ്റ്റ് വരുന്നത് എന്നുള്ളത്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ബിഗ് ബോസ് 8 എന്നുള്ളവരാണ് വരുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്. അതായത് ബിഗ് ബോസ് 8 വരികയാണ്. അതേപോലെ തന്നെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, അതായത് മാർച്ചിലായിരിക്കും മിക്കവാറും അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നും നമുക്ക് ന്യൂസ് കിട്ടിക്കഴിഞ്ഞു. അതായത് ബിഗ് ബോസ് സീസൺ 1 തൊട്ട്, അതായത് ബിഗ് ബോസ് സീസൺ 7 വരെ നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ടാസ്ക് തരികയാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ 1 ആണോ, സീസൺ 2 ആണോ, സീസൺ 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ, 7 ആണോ, ഇതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ 4ഉം സീസൺ 7ഉം ആണ്. സീസൺ 4ൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. സീസൺ 7ൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷാനവാസ് ഇക്കേനെയാണ്. ആൻഡ് ഓൾസോ അനീഷ് ഏട്ടനെയും അതേപോലെ തന്നെ എനിക്ക് അനുമോളെയും ഇഷ്ടമാണ്. സീസൺ 4ൽ എനിക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആസ് വെൽ ആസ് ബ്ലെസ്ലീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൾസോ ദിൽഷനെ വലിയ കുഴപ്പമില്ല. എനിവേ സീസൺ 8നെ പറ്റി പറയുകയാണെങ്കിൽ ഓൾറെഡി അതിൻ്റെ സെറ്റും കാര്യങ്ങളും ഒക്കെ അവിടെ കണ്ടിന്യൂ ചെയ്ത് അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. അതേപോലെ തന്നെ സീസൺ 8ൽ കുറച്ച് പ്രഡിക്ഷൻ ലിസ്റ്റ് ഇപ്പോഴേ വന്നിട്ടുണ്ട്. ആ പ്രഡിക്ഷൻ ലിസ്റ്റിൽ നമുക്ക് വീഡിയോസ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. പ്രഡിക്ഷൻ ലിസ്റ്റിൽ ശരിക്കും കുറച്ച് ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ആ ട്വിസ്റ്റ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബിഗ് ബോസ് സീസൺ 7 7ൻ്റെ പണിയാണ് എങ്കിൽ ബിഗ് ബോസ് സീസൺ 8 8ൻ്റെ പണിയായിരിക്കും വരുന്നത്. കുറച്ച് അജണ്ടകളും കുറച്ച് പ്രൊസീജിയേഴ്സും ടാസ്കും ഒക്കെ കുറച്ചും കൂടെ കൂടുതലാകാനാണ് ചാൻസ് വളരെ കൂടുതൽ. അതേസമയം ഈ 100 ദിവസം എന്ന് പറയുന്നത് കുറച്ച് നീട്ടാനുള്ള ഒരു പരിപാടിയും അവരത് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ ന്യൂസ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 8 പണിയിൽ അത്ര അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരും ജോയിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കോമണർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കണം എന്നില്ല, കുറച്ച് 2 or 3 കണ്ടസ്റ്റൻസ് ആവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് ഓൾസോ 26 കണ്ടസ്റ്റൻസ് എന്നുള്ളതിൽ 30 കണ്ടസ്റ്റൻസ് വരെ വരാൻ ചാൻസസ് വളരെ കൂടുതലാണെന്നാണ് നമുക്ക് കിട്ടിയ ന്യൂസ്. ഇറ്റ്സ് നോട്ട് എന്താ പറയുക, ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ന്യൂസ് അല്ല. നമുക്ക് കിട്ടിയ ഒരു വിവരം വെച്ചിട്ട് ഇറ്റ് വിൽ ബി 30 കണ്ടസ്റ്റൻസ്. ആൻഡ് ഓൾസോ കോമണറായിട്ട് നമുക്ക് 2 or 3 കണ്ടസ്റ്റൻസ് കൂടുതൽ കാണും. ആൻഡ് ഓൾസോ ഹൈ പ്രൊഫൈലായിട്ടുള്ള കണ്ടസ്റ്റൻസും കാണും. അതിൻ്റെ മെയിൻ റീസൺ എന്തുകൊണ്ട് ഈ ഹൈ പ്രൊഫൈലുള്ള കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ വരുന്നു എന്ന കാര്യത്തിൽ, ശരിക്കും ഈ ബിഗ് ബോസ് വന്നതിന് ശേഷം, അതായത് ശേഷം ഇപ്പം വിന്നറും കഴിഞ്ഞു, ബാക്കിയുള്ള എല്ലാവരും ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസിൽ പോയിട്ടുണ്ട് എങ്കിൽ അതിൻ്റേതായിട്ടൊരു ഇമേജ് നമുക്ക് പുറത്തേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതിന് ഫെയിമും കാര്യങ്ങളൊക്കെ. ഫോർ എക്സാമ്പിൾ രേണു സുധി ഓൾറെഡി നെഗറ്റീവായി പോയ ഒരു വ്യക്തിയാണ്, തിരിച്ചറിഞ്ഞപ്പോൾ ഭയങ്കര പോസിറ്റീവായി. അതേപോലെ തന്നെ ഇപ്പോൾ രേണു സുധി സിനിമയിലേക്ക് കയറുകയാണ്. അങ്ങനെ സിനിമ എന്ന സ്വപ്നം ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേദിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ബിഗ് ബോസിൽ നല്ല സ്ട്രാറ്റജിയും നല്ല ഗെയിമോട് കളിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലതായിരിക്കും ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. സോ അതേപോലെ തന്നെ അനീഷ് ഏട്ടൻ എന്ന് പറയുന്ന ഒരു കോമണറായ ഒരു വ്യക്തി എന്തുകൊണ്ട് ബിഗ് ബോസിൽ വന്നു എന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആൾക്ക് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ആളൊരു വിന്നിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വിന്നർ ആവണമെന്ന് ആഗ്രഹിച്ച് വന്ന ആളല്ല, പക്ഷേ ഒരു ഫെയിം എന്നൊരു രീതിയിൽ കിട്ടാനാണ്. ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വിന്നർ ആവാൻ വേണ്ടി വന്നതല്ല. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ആർക്കും അറിയത്തില്ലായിരുന്നു. ഇൻഫാക്ട് ഡോക്ടർ ആണെന്ന് മാത്രം വീട്ടുകാർക്ക്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നാട്ടുകാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ ലോകമെമ്പാടും ുള്ള ജനങ്ങൾ, പല ഇൻഡസ്ട്രീസിൻ്റെയും ബ്രാൻഡ് അംബാസിഡറാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. സോ ഒരു ഫെയിം ആഗ്രഹിച്ചു വരുന്ന ഓരോ വ്യക്തികൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ബിഗ് ബോസ് സീസൺ എന്ന് പറയുന്നത്. സോ ഹൈ പ്രൊഫൈലുള്ള ആൾക്കാരായാലും ലോ പ്രൊഫൈലുള്ള ആൾക്കാരായാലും വന്നതിന് ശേഷം വരുന്ന മാറ്റങ്ങൾ, ഷാനവാസിക്ക ആണെങ്കിൽ കൂടിയും കുങ്കുമപ്പൂ എന്ന സീരിയലിലൂടെ വന്ന ഷാനവാസിക്ക വളരെ ഫെയിം ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് എവിടെയൊക്കെയോ ആൾ പതുങ്ങിപ്പോയി, ആക്റ്റീവ് ആകാതെ ആയിപ്പോയി. അതിനുശേഷം ബിഗ് ബോസിലേക്ക് വരുമ്പോൾ വീണ്ടും ഫാൻ ബേസ് കൂടുന്നു.
പുള്ളിക്കാരൻ്റെ സ്വപ്നമായ സിനിമയിലേക്ക് കയറാൻ പറ്റുന്നതിനെ പറ്റി ഹാർഡ് വർക്ക് ചെയ്യുന്നു. അപ്പം മനുഷ്യൻ റിസ്ക് എടുത്താലേ റിസൾട്ട് ഉണ്ടാവൂ എന്ന് പറയുന്ന പോലെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലാറ്റ്ഫോമാണ് ഫോർ ദ കണ്ടസ്റ്റൻസ്. അതായത് ഒട്ടും ഹൈപ്പായിട്ട് നിൽക്കത്തില്ലാത്ത ആൾക്കാരെ പോലും നമുക്ക് ഹൈപ്പായിട്ട് കാണിക്കാൻ പറ്റുകയും അതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് സൗഭാഗ്യങ്ങൾ വരികയും ഇൻ്റർവ്യൂസ്, ഇനാഗ്രേഷൻസ് ആൻഡ് ഓൾസോ ബ്രാൻഡ് അംബാസിഡർ പോസ്റ്റിലേക്ക് വരികയും ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. സോ ബിഗ് ബോസ് മലയാളം സീസൺ 8 എന്ന് പറയുന്നത് ഉടനെ വരികയാണ്. മാർച്ചിലായിരിക്കും വരുന്നത്. മാർച്ച് 8 വരും എന്നാണ് ഓരോരുത്തരും പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തില്ല. മാർച്ച് 8 ഓർ ഏപ്രിൽ 8 ആണ് വരാൻ ചാൻസസ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ പ്രാവശ്യം ചിലപ്പം സാറ്റർഡേ സൺഡേ എപ്പിസോഡ് ആയിരിക്കണം എന്നില്ല എന്നും പറയുന്നുണ്ട്. നമുക്ക് ഡിപ്പെൻസ്, നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ജീവിതം മാറി മറന്ന ഒരുപാട് വ്യക്തികളുണ്ട്. എസ്പെഷ്യലി രേണു സുധി, ഷാനവാസിക്ക, എല്ലാവരും തന്നെ. എനിവേ സ്റ്റേ ട്യൂൺ ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്.